നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പത്തെ വിശേഷങ്ങൾ ഇന്ന് രാവിലെ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഒടുവിൽ വേദ വിക്രത്തിനെ കാണാനായിട്ട് ജയിലിലേക്ക് പോവാണ്. അപ്പോൾ വേദയ്ക്ക് അറിയില്ല വിക്രം ജയിൽ മോചിതനായെന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ ജയിലിലേക്ക് ചെന്നു. അപ്പോഴേക്കും ഒരു പോലീസുകാരൻ വന്ന് സൂപ്പറിനോട് കാര്യം പറഞ്ഞു. അതെ, അസിസ്റ്റന്റ് കളക്ടർ, ഇപ്പോഴത്തെ തിരുനെൽവേലിയിലെ അസിസ്റ്റന്റ് കളക്ടർ വന്നിട്ടുണ്ട്, സാറിനെ കാണാനെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ സൂപ്പറിന് അങ്ങോട്ട് ഇരുന്നു. ബാ മാഡം വന്നിരിക്കാനൊക്കെ പറഞ്ഞു. വേദ എവിടെ ഇരുന്നു. ചായ പറയട്ടെ? ചായ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അല്ല എന്താ മാഡം? എനിക്കൊരാളെ കുറിച്ച് അറിയണം, ഒരാളെ കണ്ടൊന്ന് സംസാരിക്കാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. ആര്യ മാഡം? ഒരു വിക്രത്തിനെ കാണാനെന്ന് പറഞ്ഞു. വിക്രം ജയിൽ മോചിതനായല്ലോ എന്ന് പറഞ്ഞു. ജയിൽ ആയെന്നോ? അതെ, അയാൾ നിരപരാധിയെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹൈക്കോടതി വീണ്ടും കേസ് നടത്തി. ഒരു മിസ്റ്റർ ശങ്കരനാരായണനാണ് അയാൾക്ക് വേണ്ടിയിട്ട് വാദിച്ചത്. ഒടുവിൽ 5 വർഷം വെറുതെ അയാൾ തടവ് ശിക്ഷ അനുഭവിച്ചായിരുന്നു. അതൊരു ഫാബ്രിക്കേറ്റഡ് കേസാന്ന് തെളിഞ്ഞു. അങ്ങനെ വിക്രം മോചനായല്ലോ എന്ന് പറഞ്ഞു. വേദയ്ക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. തന്നോട് അച്ഛനൊരു വാക്ക് പോലും പറഞ്ഞില്ലോ എന്നൊരു ചിന്ത വേദയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. അങ്ങനെ വേദ പുറത്തേക്ക് ഇറങ്ങി. അൾട്രാസൗണ്ട് വേണമെന്ന് ചോദിച്ചാൽ വിക്രം പറഞ്ഞു. വേദ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞ് വേദ ഇങ്ങനെ ആലോചിക്കുക. പക്ഷേ ശങ്കരനാരായണൻ വിക്രം ഇറങ്ങിയ കാര്യം പറയാനായിട്ട് വിളിച്ചു കഴിഞ്ഞപ്പം സേതുലക്ഷ്മിയമ്മയാണ് ഫോൺ എടുത്തതെന്നുള്ള കാര്യങ്ങളൊന്നും വേദയ്ക്ക് അറിയണ്ടായിരുന്നല്ലോ. ശങ്കരനാരായണൻ്റെ സേതുലക്ഷ്മിയമ്മ പറഞ്ഞ് ഇപ്പൊ വേദ നല്ലൊരു ജീവിതം നയിക്കുകയാണ്. അവൾക്കൊരു മോളുണ്ട്, ഒരു ഭർത്താവുണ്ട്. തരുണിനെ ഉദ്ദേശിച്ചാ പറഞ്ഞ് ഇനി അവരുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വിളിക്കരുതെന്ന്. അതോടുകൂടി ശങ്കരനാരായണൻ നിർത്തിയതാ. വേദയ്ക്ക് ഇതൊന്നും അറിയില്ല. അങ്ങനെ വേദ ശങ്കരനാരായണനെ വിളിച്ചു. ശങ്കരനാരായണൻ കോൾ അറ്റൻഡ് ചെയ്തു. അധികം സുഖമില്ലാത്ത രീതിയിൽ എന്താ മോളെന്ന് ചോദിച്ചു. എന്ത് പറ്റി? അച്ഛൻ്റെ സൗണ്ടൊക്കെ വല്ലായിരിക്കണേ. ഒന്നുമില്ല അച്ഛാ, എനിക്ക് വിക്രത്തിനെ കാണണം. വിക്രം പുറത്തിറങ്ങിയല്ലേ? അതായിട്ടപ്പോൾ ശങ്കരനാരായണൻ ഒരു നിമിഷം ആലോചിച്ചു. സേതുലക്ഷ്മി അമ്മയുടെ വാക്കുകളായിരുന്നു ശങ്കരനാരായണൻ്റെ മനസ്സിൽ. വേദ നല്ലൊരു ജീവിതം നയിക്കുക. ഇനി നിങ്ങൾ ഓരോന്ന് പറഞ്ഞ് അവളുടെ ജീവിതത്തിലേക്ക് വിളിക്കരുത്, ശല്യം ചെയ്യരുതെന്ന് പെട്ടെന്ന് ശങ്കരനാരായണൻ പറഞ്ഞു. നീ വിക്രത്തെ ഇനി കാണണ്ട. അതെന്താ അച്ഛാ അങ്ങനെ പറഞ്ഞേ? വേണ്ട മോളെ, അതാ നല്ലത്. ഇനി വിക്രത്തെക്കുറിച്ച് അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വിളിക്കുകയും ചെയ്യണ്ട. എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്നും പറഞ്ഞു പെട്ടെന്ന് കോള് കട്ട് ചെയ്തു. വേദയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. വേദ അങ്ങനെ തിരികെ പോകാനായിട്ട് പോവാണ്. ആ സമയത്ത് മാഷി കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങുകയാണ്. വിക്രം അവിടെ നിൽക്കുന്നുണ്ട്, റോഡ് സൈഡിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നത്. ഈ സമയത്ത് മാഷിനോട് കടക്കാരൻ ചോദിച്ചു, മോനിതിരായിട്ടും ജോലിയൊന്നും ആയില്ലല്ലേ? ഇല്ല. അല്ല, കോടതിയിലൊക്കെ കിടന്നല്ലേ, നിരപരാധി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കോടതിയിലല്ല, ജയിലിലൊക്കെ കിടന്നല്ലേ, നിരപരാധി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജയിലിലൊക്കെ കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ജോലി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ് മാഷേന്ന് പറഞ്ഞു. അവൻ എവിടെയായാലും ജോലി ശരിയാവും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് സാധനങ്ങളൊക്കെ വാങ്ങുവാണ്. അപ്പോഴേക്കും വിക്രത്തിൻ്റെ അടുത്തേക്ക് ശ്രീകാന്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛൻ്റെ കൂടെ കൂട്ട് വന്നായിരിക്കുമല്ലേ? എടാ, നിനക്കിട്ട് ഇവിടെ ഇട്ടൊരു പണി തരാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ആൾക്കാർ ഇവിടെ ഉണ്ട്, അറിയാലോ. ഇവിടെ വെച്ച് നിനക്കിട്ട് അവർ പണി തരുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു, എടാ ശ്രീകാന്തേ, നിന്നെ ഞാൻ നോക്കിയിരിക്കുമായിരുന്നു. വേദ വന്നിട്ട് നിനക്കിട്ട് ഞാൻ പണി തരാമെന്ന് കരുതിയിരുന്ന, പകരം വീട്ടാന്ന് കരുതിയതാ. പക്ഷേ അത് കുറച്ച് നേരത്തെ ആയെന്ന് തോന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ കഴുത്തിനെ പിടിച്ച് ശ്രീകാന്തിനിട്ട് കൊടുക്കുകയാണ്. അവിടെ ഇട്ട് തല്ലി ചതച്ചു. അപ്പോഴേക്കും ഗുണ്ടകൾ വന്നു വിക്രത്തെ പിടികൂടി വിക്രത്തിനിട്ട് അടിക്കുവാണ്. ശ്രീകാന്ത് പറഞ്ഞു, എടാ ഇപ്പം തന്നെ പോലീസ് വരും, നിന്നെ പോലീസ് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം SI സാബുവിനെ വിളിച്ച് ശ്രീകാന്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രീകാന്ത് അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് സുധാകരൻ മാഷിനോട് കടക്കാരൻ പറഞ്ഞു, മാഷിൻ്റെ മോൻ വീണ്ടും പ്രശ്നത്തിലായല്ലോ എന്ന് തോന്നിയെന്ന് പറഞ്ഞു. മാഷ് നോക്കുമ്പോൾ അടി നടന്നുകൊണ്ടിരിക്കുക. പെട്ടെന്ന് മാഷ് അങ്ങോട്ടേക്ക് വന്നു. എടാ മോനെന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേനും വിക്രം തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും ഒരു ഗുണ്ട മാഷിനെ പിടിച്ചൊരു തള്ള്. മാഷ് താഴേക്ക് വീഴാൻ പോയി കഴിഞ്ഞപ്പോൾ വിക്രം ഓടിപ്പോയി മാഷിനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും വിക്രത്തെ ഒരുത്തം വന്ന് അടിക്കുവാണ്. വിക്രം തിരിഞ്ഞ് അവനിട്ട് അടിച്ചു. അപ്പോഴത്തേക്കും അവൻ കത്തിയെടുത്ത് കുത്തിയപ്പം വിക്രത്തിൻ്റെ കയ്യിലേക്കാണ് കൊണ്ടത്. വിക്രം പിന്നെ വിട്ടുകൊടുക്കുമോ? വിക്രം അവന്മാരെ അടിച്ചു കൂട്ടുന്നുണ്ട്. ആ സമയത്താണ് വേദ വരുന്നത്. വേദ അതിലൂടെ വരുമ്പോഴത്തേനും വലിയ അടിപിടി നടക്കുക. അപ്പോഴേക്കും ഡ്രൈവർ പറഞ്ഞു, മാഡം എന്തോ വലിയ ഗുണ്ടാസംഘം അടിപിടി ഉണ്ടാക്കുമെന്ന് തോന്നിയെന്ന് പറഞ്ഞു. വേദ നോക്കിക്കഴിഞ്ഞപ്പോൾ വിക്രം ചുറ്റും 4-5 ഗുണ്ടകളുണ്ട്. മാഷിനെ കണ്ടില്ല. മാഷ് അപ്പുറത്ത് മാറിയായിരുന്നു. വേദയ്ക്ക് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഒരു പോലീസ് ജീപ്പ് വന്നങ്ങ് നിന്നു. അതിനകത്ത് സാബും കൂട്ടും ഇറങ്ങി വിക്രത്തിനെ പിടിച്ചുകൊണ്ട് പോകുന്ന കണ്ടു. വേദയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷനായിപ്പോയി, വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അങ്ങനെ പിന്നീട് വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും വിശ്വം ചെന്ന്
വിക്രത്തെ ഇറക്കിക്കൊണ്ട് വരുന്നുണ്ട്. വിക്രം വന്നു കഴിഞ്ഞപ്പോഴത്തേനും മാഷ് ചോദിച്ചു എന്താ ഇത്ര താമസിച്ചെന്ന് ചോദിച്ചു. എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അതെ, പെട്ടെന്നൊന്നും വിടത്തില്ല, അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. അങ്ങനെ വിക്രം അകത്തേക്ക് വരുവാണ്. അകത്തേക്ക് വന്ന് കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വിക്രം ശ്രീജേനെയും വിശ്വത്തിനെയൊക്കെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാണ് അവിടെ നിന്ന് മാറുന്നതിനെക്കുറിച്ച്. പക്ഷെ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അപ്പമ്മോട് പറഞ്ഞു എന്തൊക്കെയാ ചെറിയച്ച പറയണേ മാറാനായിട്ടാ. കുറച്ച് പോലീസുകാരും ഒരു ഗുണ്ടയും വിചാരിച്ച് എൻ്റെ ഇളയച്ചനെ ഇവിടുന്ന് പറഞ്ഞു വിടാന്ന് പറത്തി വിടാന്ന് കരുതിയോ? ഒരിക്കലും നടക്കില്ല. അതെ, പേടിച്ചോടുമൊന്നും വേണ്ട ചെറിയച്ചന് ഇവിടെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞു. അതല്ല മോളെ, ഞാൻ ഇവിടെ നിന്നിട്ടുണ്ട് പല പല പ്രശ്നങ്ങളുണ്ടാവും. വിശ്വം പറഞ്ഞു വേണോടാ അത്? വേണം വിശ്വേട്ടാ, കാരണം ഞാനിവിടെ നിന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഓരോ ദിവസം ദുരിതങ്ങളും ഉണ്ടാകത്തുള്ളൂ. നിങ്ങളുടെ കമ്പനിയൊക്കെ നല്ല രീതിയിൽ വളരണം. ആ ശ്രീകാന്ത് വെറുതെ ഇരിക്കില്ല. അച്ഛനെയും കൂട്ടി ഞാൻ എവിടേക്കെങ്കിലും താമസം മാറിക്കോളാം, അതാകും പിന്നെ പ്രശ്നമില്ല. അപ്പം മോളുടെ എൻട്രൻസും കാര്യങ്ങളൊക്കെ അല്ലേ, അവൾക്ക് നന്നായിട്ട് പഠിക്കണ്ടേ, പഠിക്കാനൊരു അന്തരീക്ഷം വേണം. അവൾ എത്ര നാളാണ് ഇങ്ങനെ ഹാളിലൊക്കെ ഇങ്ങനെ കിടക്കണേ. അപ്പോൾ സുധാരൻ മാഷിന് അപ്പമോളുടെ മുറി കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അപ്പമോൾക്ക് ഹാളിലൊക്കെ കിടന്ന് പഠിക്കാനൊക്കെ പറ്റുള്ളൂ. അവൾക്കും അവളുടേതായ ഒരു പ്രൈവസിയൊക്കെ വേണ്ടേ. അപ്പോഴേക്കും അപ്പമോള് പറഞ്ഞു അതൊന്നും എനിക്ക് വേണ്ട ചെറിയച്ചാ, നിങ്ങൾ ഇവിടെ ഉണ്ടായാൽ മതി. അതൊന്നും പോരാ, അതുകൊണ്ട് ഞങ്ങൾ മാറി താമസിക്കാൻ തീരുമാനിച്ചു. അതിന് മാറ്റമില്ല, എപ്പം വേണേലും മോൾക്ക് അങ്ങോട്ട് വരുവൊക്കെ ചെയ്യാമല്ലോ, അധിക ദൂരേക്കൊന്നും ഞങ്ങൾ പോകാനും പോകുന്നില്ല എന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് വിക്രം അങ്ങോട്ട് പോകുമ്പോഴത്തേനും മാഷ് അപ്പമോളെ ആശ്വസിപ്പിച്ചു. മോള് വിഷമിക്കൊന്നും വേണ്ട, മോളുടെ ഒക്കെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ഈ പറയണേന്ന് ചോദിച്ചു. മാഷും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും പരാതിയായിട്ട് അപ്പമോള് നേരെ വിശ്വത്തിൻ്റെ അടുത്ത് ചെന്നു. ഇതെന്താ വെച്ചാ അവരൊന്ന് പറഞ്ഞു മനസ്സിലാക്കുക. അതെ, നമ്മളിനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മോളെ. മോളുടെ ചെറിയച്ഛൻ പണ്ടേ തൊട്ട് ആത്മാഭിമാനിയാ, സ്വന്തം കാലം നിന്ന് തുടങ്ങിയവനാ. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഇതിൽ കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാ ഇവിടെ. സാരമില്ല, മോള് വിഷമിക്കുമൊന്നും വേണ്ട. എന്തെങ്കിലും ഒരു ദിവസം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് മോളെ എങ്ങനെ സമാധാനിപ്പിക്കുകയാണ് വിശ്വം. ഇതേ സമയത്ത് വേദ വളരെ വിഷമിച്ച് വീട്ടിലിരിക്കുമ്പോഴത്തേനും വേദയുടെ അടുത്തേക്ക് സേതുലക്ഷ്മിയമ്മ വന്നിട്ട് പറഞ്ഞു പോട്ടെ മോളെ, സാരമില്ല, അതൊന്നും ഓർത്ത് മോള് ടെൻഷൻ അടിക്കണ്ട. എന്നാലും വിക്രത്തിന് ആ അവസ്ഥയിൽ മോൾ എന്താ വിചാരിച്ചുകൊണ്ടിരുന്നത്? ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ നല്ലവനാവുന്നോ? മോളുടെ അടുത്ത് കുറച്ച് നാളും നല്ലവനായെന്ന് അവനെങ്ങനെ അഭിനയിച്ചതായിരിക്കും. അല്ലെങ്കിൽ ഒരു ഗുണ്ടയ്ക്ക് അങ്ങനെ പെട്ടെന്നൊന്നും നല്ലവനാവാൻ പറ്റില്ല മോളെ. ഇനിയിപ്പോൾ അതൊക്കെ മറന്നു കളഞ്ഞേക്കുക. എന്നാലും വിക്രത്തോട് പറയണ്ടേ അമ്മേ? പറയാനോ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം ഗൗരിമോൾ ഇത് അറിഞ്ഞു കഴിയുമ്പോൾ തൻ്റെ അച്ഛനൊരു ഗുണ്ടയാന്ന് അറിഞ്ഞുമ്പോൾ അവൾക്ക് എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുക? അവളുടെ കുഞ്ഞു മനസ്സിനെ അത് വേദനിപ്പിക്കും. തൻ്റെ അച്ഛനൊരു പോലീസ് ഓഫീസറാണെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു കാര്യം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് താങ്ങാൻ പറ്റുമോ? അത് മാത്രമല്ല, ഇപ്പം അവൾക്ക് അതിനുള്ള പ്രായവും പക്വതയൊന്നും ആയിട്ടില്ല. അവൾക്ക് ഇത്രയുടെയൊക്കെ പക്വതയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരിച്ചറിവായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പോരെ. എടുത്ത് ചാടി ഒരു കാര്യം പറയേണ്ട കാര്യമുണ്ടോ? എന്നാലും അമ്മേ, മോളെ നീ വിഷമിക്കാതിരിക്കുക. കുറച്ച് കാലം ഇങ്ങനെ മുന്നോട്ട് പോട്ടെ, അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ ഒരു തീരുമാനം എടുക്കാം. തൽക്കാലത്തേക്കൊന്നും പറയാനൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. വേദയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. വേദ മുറിയിലേക്ക് പോയി കിടക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും തരുൺ വന്നു മോളെ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും മോളെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു സേതുലക്ഷ്മി അമ്മ. അപ്പോഴേക്കും തരുണിനോട് മോള് പറഞ്ഞു അച്ഛാ, അതെ ഞാൻ കുളിച്ചോണ്ടിരിക്കുക, ഞാൻ വരുമ്പോഴത്തേനും അമ്മയോട് പാലെടുത്ത് വെക്കാൻ പറ. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. തരുൺ അങ്ങോട്ട് ചെന്ന് വേദയെ വിളിച്ചു. വേദയെ കണ്ടില്ല. നേരെ അടുക്കളയിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് പാല് തിളപ്പിക്കാൻ തുടങ്ങണം. അപ്പോഴേക്കും അവിടുത്തെ ജോലിക്കാരി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തിളപ്പിക്കാന്ന് പറഞ്ഞപ്പോൾ തരുൺ പറഞ്ഞു വേണ്ട, ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ മോൾക്കുള്ള പാലൊക്കെ ആയിട്ട് ഹാളിലേക്ക് വരുക. ആ സമയത്ത് സേതുലക്ഷ്മി അമ്മ മോളെ തുവർത്തിക്കൊണ്ടിരുന്നപ്പോൾ ചോദിച്ചു, അല്ല മോൾക്ക് അച്ഛനെയാണോ അമ്മയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എനിക്ക് രണ്ടുപേരും ഇഷ്ടം. എന്നാലും അതെ, ഈ ഹോംവർക്ക് ചെയ്യാത്ത സമയത്ത് അമ്മ എന്നെ വഴക്ക് പറയും. അപ്പം എനിക്ക് അച്ഛനെ ഇഷ്ടം. ചില സമയത്ത് ഫോൺ ചോദിച്ചിട്ടുണ്ട്, അച്ഛൻ തരത്തില്ല. അപ്പം എനിക്ക് അമ്മയെ ഇഷ്ടം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം സേതുലക്ഷ്മി പറഞ്ഞു നീ ആൾ കൊള്ളാലോടി എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന കൊച്ചിന് ഉടുപ്പൊക്കെ ഇടിച്ചോണ്ട് നിർത്തുമ്പോഴത്തേനും വേദയും കൂടെ അങ്ങോട്ട് വന്നു. വേദയും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും തരുൺ പറഞ്ഞു അമ്മേ, ഞാനൊരു ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്ക് തിരുവനന്തപുരത്തേക്ക് മാറിയാലോ? തിരുവനന്തപുരത്തിനോ? അവിടുത്തെ വീട് അടഞ്ഞ് കിടക്കുമല്ലേ, കുറച്ചു കാലം അവിടെ പോയി താമസിക്കാം. നമുക്ക് അവിടെയും വീടുണ്ടോ അച്ഛാന്ന് ഗൗരിമോള് ചോദിച്ചു. അവിടെ വീടുണ്ട്. ആ സമയം വേദ ഒരു അന്താളിപ്പോടുകൂടി തരുണിനെ നോക്കുകയാണ്. അപ്പോഴേക്കും സേതുലക്ഷ്മി പറഞ്ഞു പെട്ടെന്ന് എന്താടാ? എനിക്കങ്ങനെ തോന്നി. അല്ല അപ്പം നിങ്ങളുടെ ജോലിയും കാര്യങ്ങളൊക്കെയോ? അതെ, ആഴ്ചയിൽ ഒരു ദിവസം അങ്ങോട്ടേക്ക് വന്നാൽ പോരെ? അമ്മയൊക്കെ ഇവിടെ നിന്നോ, ഞാനും വേദ ഇവിടെ നിന്നോളാം, ആഴ്ചയിൽ ഒരു ദിവസം വരാം, എങ്ങനെയുണ്ട്? അത് കേട്ടപ്പോൾ സേതുലക്ഷ്മി അമ്മ
ഒന്നും വല്ലാതായി. പെട്ടെന്ന് വേദ ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുകയാണ്. വേദയ്ക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ടെന്ന് മനസ്സിലായി. വേദയെ വിളിച്ചോണ്ട് സേതുലക്ഷ്മിയമ്മ അങ്ങോട്ട് പോയി. എന്നിട്ട് ചോദിച്ചു, മോൾ എന്തേലും പറഞ്ഞായിരുന്നു അവനോട്? എന്ത്? അല്ല, തിരുവനന്തപുരത്തെ പറ്റി, മോളുടെ വേറെ ബേർഡ്സിനെ പറ്റി എന്തേലും? ഇല്ലമ്മ ഒന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ മോള് തിരുവനന്തപുരത്തിന് പോയ കാര്യം അങ്ങനെ അവൻ അറിഞ്ഞു കാണോ? അതിന് വഴിയില്ല. ഞാൻ ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും കാര്യത്തിന് പോയതാണെന്ന് വിചാരിക്കത്തുള്ളൂ. അല്ല, പിന്നെ എന്താ അവൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട്? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. എന്തേലും ഒരു കാരണമില്ലാതെ അവൻ ഇങ്ങനെ പറയത്തില്ലല്ലോ. അപ്പൊക്കെ അതും പറഞ്ഞിട്ട് സേതുലക്ഷ്മി അമ്മ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം വേദയ്ക്ക് സംശയമായി. എന്തായിരിക്കും തരുൺ ഇങ്ങനെ പെട്ടെന്ന് മാറ്റി ചിന്തിക്കാൻ കാരണം എന്നൊരു ചിന്ത വേദയുടെ മനസ്സിലും ഉണ്ടാവുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ വേദയുടെ മുറിയിലേക്ക് വീണ്ടും സേതുലക്ഷ്മി അമ്മ വരുവാണ്. മോളെ, എനിക്കെന്തോ വല്ലാത്തൊരു ടെൻഷൻ തോന്നുന്നുണ്ട്. ഇരുന്നിട്ടിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പം അവൻ എന്തേലും അറിഞ്ഞു കാണുമോ? എങ്ങനെ അറിയാനാ? ആരെങ്കിലും പറഞ്ഞു കാണുമോന്ന്? അതിനൊന്നും സാധ്യമില്ലമ്മേ. ചിലപ്പോൾ അങ്ങനെ എന്തേലും അറിഞ്ഞിട്ട് അവൻ നമ്മളോട് പറയാതിരിക്കുന്നതാണോ? അങ്ങനെ തരുൺ സാർ അറിഞ്ഞിട്ടുണ്ട്, പറയാതിരിക്കത്തില്ലല്ലോ. ഇനി എന്താണെങ്കിലും വരുന്ന പോലെ വരട്ടെ, അങ്ങനെ ഞാൻ വിചാരിക്കുക. അല്ലാതെ കൂടുതലൊന്നും ചിന്തിക്കുന്നില്ല. ഒഴുക്കിനൊപ്പം നീന്താൻ തന്നെ ഞാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു. അത് കേട്ട പിന്നെ സേതുലക്ഷ്മി ഒന്നും മിണ്ടിയില്ല. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും വിക്രമും മാഷും ഒക്കെ അവിടുന്ന് താമസം മാറുവാണ്. അവരിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അപ്പുമോളൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. അപ്പുമോള് കരയുന്ന കണ്ടപ്പം വിക്രം ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. അതെ, ഞാനിടയ്ക്ക് ഇങ്ങോട്ട് വരാലോ, അല്ലെങ്കിൽ മോൾക്ക് അങ്ങോട്ട് വരാലോ എന്ന് പറഞ്ഞു. അങ്ങനെ മാഷും വിക്രവും കൂടെ യാത്ര പറയാണ്. ഇതേ സമയത്ത് തന്നെയാണ് തരുണും വേദയൊക്കെ അവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോരുന്നേ. അങ്ങനെ വരുന്ന വഴിക്ക് തരുണ് കണ്ണാടി കൂടെ പതുക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ വേദയൊന്നും മിണ്ടാതിരിക്കുകയാണ്. അതുപോലെ തന്നെയായിരുന്നു സേതുലക്ഷ്മി അമ്മ. അല്ല, നിങ്ങൾക്കൊക്കെ ഇത് എന്തു പറ്റി? രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. എന്തേലും വയ്യായികയുണ്ടോ? പെട്ടെന്ന് സേതുലക്ഷ്മി അമ്മ പറഞ്ഞു. അത് പിന്നെ എന്നെ മോളെ അവിടെ തനിച്ചാക്കിയിട്ട് പോരുന്ന കാര്യം ഓർത്തിട്ട് വേദയ്ക്ക് വിഷമമുണ്ട്. അതിന് തനിച്ചല്ലല്ലോ, പിന്നെ ആഴ്ചയല്ല ഞങ്ങളങ്ങോട്ടേക്ക് വരത്തില്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ സേതുലക്ഷ്മി അമ്മ പറഞ്ഞു, എന്നാലും വേദയ്ക്കൊരു വിഷമമുണ്ട്. മോളെ കാണാതൊക്കെ ഇരിക്കുമ്പോഴേ എത്രയോ കുട്ടികളെ അമ്മമാർ ബോർഡിങ്ങിലാക്കുന്നു. അപ്പോഴേക്കും ഗൗരിമോള് പറഞ്ഞു, എനിക്ക് അവിടെ നിൽക്കാനായിട്ട് ഇഷ്ടമാണ് എന്നൊക്കെ അപ്പുമ്പോളും പറയണേ. കണ്ടോ, ഇത്രയ്ക്കോ ഉള്ളെന്ന് പറഞ്ഞു. പക്ഷേ വേദയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. തൻ്റെ മോളെ കാണാതിരിക്കാന്ന് പറഞ്ഞാൽ വേദയ്ക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ആ കാര്യം. കുറച്ച് കഴിഞ്ഞപ്പോൾ വിക്രമും മാഷും കൂടെ അങ്ങനെ വാടകയ്ക്കെടുത്ത വീട്ടിലേക്ക് വരുവാണ്. അപ്പോഴേക്കും അവിടുത്തെ ഓർഡർ വന്നു. ഒരു മോളും ഉണ്ടായിരുന്നു ആ വീട്ടിൽ. അവർ വന്നച്ചാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഓണർ വന്നിട്ട് പറഞ്ഞു, അതെ, ഇതാണ് വീട്. പിന്നെ ഇത് ഒറ്റ വീടാണ്, 2 പോർഷനാണെന്ന് മാത്രം. ഒരു കഥ കടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഭാഗമായെന്ന് പറഞ്ഞു. അല്ല, സാധനങ്ങളൊക്കെയോ? ഞങ്ങൾക്ക് അധികം സാധനങ്ങളൊന്നും ഇല്ലെന്ന് വിക്രം പറഞ്ഞു. ഈ കാണുന്ന കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അത്യാവശ്യമുള്ളതൊക്കെ ഇവിടെ ഉണ്ട്, പിന്നെ വേണ്ടെന്ന് മാത്രം വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അകത്തേക്ക് അങ്ങോട്ട് കയറുവാണ്. അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ മാഷിനും വിക്രത്തിനും വീടൊക്കെ ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, നല്ല വീടൊക്കെ തന്നെയാണ്. ഇതേ സമയത്ത് തന്നെയാണ് വേദയും തരുണും ഒക്കെ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് വരുന്നത്. കാറിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഗൗരിമോൾ ഓടി ഇറങ്ങി മുറ്റത്തൂടെയൊക്കെ നടക്കും. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോഴേക്കും വേദ പിന്നാലെ എന്നിട്ട് പറഞ്ഞു, മോളെ നീ വീഴും എന്ന് പറഞ്ഞു. അവള് വീഴട്ടെ, എല്ലാവരും ഇങ്ങനെ വീണൊക്കെയാ പഠിക്കണമെന്ന് തരും പറഞ്ഞു. എൻ്റെ മോൾ അങ്ങനെ ഇപ്പോൾ വീണ് പഠിക്കുമൊന്നും വേണ്ട. ദേ വേദ, നീ വെറുതെ വാശി പിടിക്കണ്ട, അവളെല്ലോട് ഓടിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് തരുൺ ചെന്ന് മോളെ എടുക്കുവാണ്. വേദയ്ക്ക് ഭയങ്കര ടെൻഷനായി. വേദ സേതുലക്ഷ്മി അമ്മയെ നോക്കി. സേതുലക്ഷ്മി അമ്മ മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോൾ വേദ പിന്നാലെ നിന്നു. അമ്മ അത് കണ്ടിട്ട് എന്നെ ഒന്നും മിണ്ടാതിരുന്നേ. ഞാനെന്ത് പറയാനാ? ഇപ്പം എന്താ, എനിക്കൊരു വോയിസും ഇല്ലമ്മ ഇവിടെ. എൻ്റെ മോളല്ലേ അവള്. വേദേ, അതൊക്കെ ശരി തന്നെ, പക്ഷെ നീ ഒരു കാര്യം വിചാരിക്കണം. ഇപ്പം തരുണിൻ്റെ മോളായിട്ട് അവൾ വളർന്നുകൊണ്ടിരിക്കണേ. അമ്മേ, ഇനിയെങ്കിലും സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ എന്താ? നിനക്കിപ്പോൾ സത്യം തുറന്നു പറയാൻ തോന്നുന്നുണ്ടോ? നീ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിനക്കറിയാവോ? വേദ പറഞ്ഞു, ഞാൻ ഈ തിരുവനന്തപുരത്തേക്ക് വന്നപ്പോൾ തന്നെ എനിക്ക് നല്ല ടെൻഷനുണ്ട്. കാരണം ഉറപ്പായിട്ടും വിക്രം അറിയും ഞാനിവിടെ എത്തിയിട്ടുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ശ്രീകാന്ത് വിക്രത്തോട് പറയും അവൾ ഗർഭിണിയായിരുന്നൊക്കെയുള്ള കാര്യം. കുഞ്ഞിനെ എവിടെയും ചോദിച്ചായിരിക്കും വിക്രം വരുന്നത്. അപ്പം എനിക്ക് മോളെ കാണിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. മോളെ, ഇനിയിപ്പോൾ അവർ പോയി അന്വേഷിച്ചാലും നിന്റെ വിക്രം പോയി അന്വേഷിച്ചാലും കൂടുതലൊന്നും അറിയാൻ പോകുന്നില്ല. ശ്രീകാന്ത് പോയി അന്വേഷിച്ചാലും തരുണിൻ്റെ രാധികയുടെ മോളായിട്ടാണ് ഇപ്പം റെക്കോർഡിക്കലേ അവിടെ ഉള്ളത്. നിനക്ക് മാത്രം അറിയത്തുള്ളൂ, നിനക്കും എനിക്കും മാത്രം അറിയത്തുള്ളൂ ഇത് നിന്റെ കുഞ്ഞാന്നുള്ള കാര്യം. പിന്നെ അറിയാലോ, അതുകൊണ്ട് നീ ആ കാര്യത്തിൽ പേടിക്കണ്ട. പിന്നെ തരുൺ ഇത്രയും കാലം സ്വന്തം കുഞ്ഞല്ലാഞ്ഞിട്ടും അവളെ സ്വന്തം മോളെ പോലെയല്ല വളർത്തിക്കൊണ്ട് വരുന്നത്. പിന്നെ നിനക്കെന്താ പ്രശ്നം? തൽക്കാലത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. അപ്പോൾ ജീവിതകാലം മുഴുവൻ ഞാൻ അവളുടെ വളർത്തമ്മയായിട്ട് കഴിയണമെന്നാണോ അമ്മ പറയണേ? അങ്ങനൊന്നും ഞാൻ പറയണില്ല. രാധികയുടെ ഒരു ഫോട്ടോ പോലും തരുൺ മുറിക്കേണ്ടി വെച്ചിട്ടില്ല. എന്തുകൊണ്ടാ?
അവൾക്ക് വേറൊരു ഫീൽ ഉണ്ടാവരുത്. നീയാണ് അവളുടെ അമ്മയെന്ന് ധരിച്ചോട്ടെ എന്ന് കരുതിയിട്ടാ ഞാനാണത് അങ്ങനെ ചെയ്യിച്ചേ, നിനക്കറിയാലോ. അതുകൊണ്ട് നീ ആ കാര്യമൊന്നും ഓർത്ത് പേടിക്കണ്ട. കുറച്ച് നാൾ കഴിയട്ടെ, തൽക്കാലത്തേക്ക് ഇപ്പം നീ ഒന്നും മിണ്ടാൻ പോകണ്ടെന്ന് പറഞ്ഞു. അതും പറഞ്ഞ് സേതുലക്ഷ്മി അമ്മ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് വല്ലാത്തൊരു മനപ്രയാസം. താൻ എടുത്ത തീരുമാനം തെറ്റാണോ എന്നൊരു ചിന്ത. വേണ്ടിയിരുന്നില്ല. ഒരു പക്ഷേങ്കിൽ സേതുലക്ഷ്മി അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും തൻ്റെ മനസ്സിൻ്റെ വിഷമം തനിക്കല്ലേ അറിയത്തുള്ളൂ. അമ്മയുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അമ്മ ശരിയാണ് ചെയ്യുന്നത്. പക്ഷെ തൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അത് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല വേദയ്ക്ക്. കുറച്ച് കഴിഞ്ഞപ്പോൾ വിക്രം ഉപ്പുമാവ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴത്തേനാണ് കഥയെ മുട്ടുന്ന കേട്ടെ. നോക്കിക്കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ വീട്ടിലെ പെൺകുട്ടിയാണ്. അതെ, ഞാൻ കുറച്ച് കറി തരാമെന്നാ എന്തേ വരുന്നു. ഞാൻ ഉപ്പുമാവ് ഉണ്ടായിക്കൊണ്ടിരിക്കുമായിരുന്നു. ആ എങ്കിലിത് കടലക്കറിയാ, ഇത് വെച്ചോളാൻ പറഞ്ഞു. വേണ്ട, എൻ്റെ ആവശ്യമൊന്നുമില്ല, എപ്പോഴൊന്നുമില്ല, ഇതേ ആദ്യമായിട്ട് വന്നതല്ലേ, ഇത് വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അതങ്ങോട്ട് കൊടുക്കണ സമയത്താണ് ഒരു ഓട്ടോറിക്ഷ വന്നിന്നെ. ഓട്ടോറിക്ഷയ്ക്കകത്തുനിന്ന് മാഷും അതിൻ്റെ ഓണറും കൂടെ ഇറങ്ങുവാണ് വീടിൻ്റെ. അവർ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരിക. ആ സമയത്ത് ആ പെൺകുട്ടി പറഞ്ഞു, രണ്ടുപേരും കൂടെ വന്നല്ലോ എന്ന് പറഞ്ഞു. അല്ല, നീ എന്തിനാ മോളെ കതവ് തുറന്നിട്ടിരിക്കുന്നത്? അവരുടെ പ്രൈവസി കളയാനാണോ? ഓ, ഞാൻ പ്രൈവസി കളഞ്ഞൊന്നും ഇല്ല അച്ഛാ, ഇവരിലൂടെ കയറി വരുമ്പോൾ നമ്മുടെ പ്രൈവസിയും പോവാറില്ലേ. അപ്പോഴേക്കും പുള്ളിക്കാരൻ ആകപ്പെട്ടൊരു ചമ്മലായി. അതെ, ഇവളിങ്ങനെയും വായടുത്താരോ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങളത് മൈൻഡ് ചെയ്യുമൊന്നും വേണ്ട കേട്ടോ. അപ്പോഴേക്കും ആത്മജ പറഞ്ഞു, അതെ ഞാനിങ്ങനെയാ, വർഷത്തിൽ 6 മാസം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഒരു 5-6 മാസക്കാലം, പിന്നെ 6 മാസം സൈലൻ്റ് ആയിരിക്കും അല്ലേ അച്ഛാ? അങ്ങനെയല്ലേന്ന് ചോദിച്ചു. അങ്ങനെ കുറേ ഉദാഹരണങ്ങളൊക്കെ പറയാണ്. പക്ഷേ മാഷിനും വിക്രത്തിനും ഒന്നും മനസ്സിലായില്ല. ഒടുവിൽ അവൾ അങ്ങോട്ട് അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോൾ ആത്മജയുടെ അച്ഛൻ പറഞ്ഞു, വെറുതെ അവളിങ്ങനെ ഓരോ പൊട്ടത്തരങ്ങളൊക്കെ പറയും, നിങ്ങൾ കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ്റെ കൂടെ അങ്ങ് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും മാഷ് ചോദിച്ചു, അല്ല ആ പെങ്കൊച്ചിന് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ടെന്ന് തോന്നേ, അവളുടെ സംസാരം നീ ശ്രദ്ധിച്ചായിരുന്നോ വിക്രം? ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. എന്തേലും ആട്ടെ, അവൾക്കെല്ലാം അറിയാം, അവൾക്ക് എന്നെക്കുറിച്ചും എല്ലാം അറിയാം, എന്നോടും പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ സംസാരിച്ചോ? പിന്നെ ആളൊരു വായാടിയാന്ന് തോന്നേ, പേര് ആത്മജ, ആമയെന്ന് വിളിക്കും എന്നൊക്കെ പറഞ്ഞ് കിട്ടിയ സമയം കൊണ്ട് കൊള്ളാലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവരുണ്ടേരും കൂടെ അകത്തേക്ക് കയറിപ്പോയി. ഇതേ സമയത്ത് വേദ നേരെ അടുക്കളയിലേക്ക് എല്ലുവാണ് സേതുലക്ഷ്മി അമ്മയുടെ അടുത്ത്. എന്നിട്ട് പറഞ്ഞു, അമ്മേ ഞാൻ മോളെ കൊണ്ടൊന്ന് പുറത്തു പോവാം. അല്ല, എങ്ങോട്ടാ പോണേ? അതെന്താ, എനിക്ക് എൻ്റെ മോളെയും കൊണ്ട് പുറത്ത് പോയി കൂടെ? എവിടേക്കാന്ന് എന്തിനാ അമ്മയോട് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അതെന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയണേ? അല്ല, അമ്മ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഇന്നലെ മൊത്തം ഞാൻ ആലോചിച്ചു. റെക്കോർഡിക്കലി ഞാൻ അവളുടെ അമ്മയല്ല, കാരണം തരുണിൻ്റെ രാധികയാണ് അച്ഛനും അമ്മേ. അല്ല മോളെ, ഞാനങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞെന്നുള്ളൂ. ആയിക്കോട്ടെ, അമ്മ പറയാതെ തന്നെ അമ്മയുടെ കാര്യങ്ങൾ മനസ്സിലുള്ള കാര്യം അമ്മ പുറത്തു വന്നു. വേദയുടെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സേതുലക്ഷ്മി അമ്മ കിടന്ന് കളിക്കുവാണോ എന്ന്. വേദ പറഞ്ഞു, എന്താണല്ലോ എൻ്റെ മോളുടെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം എടുത്തല്ലേ മതിയാവുള്ളൂ. അല്ല, നീ എന്താ തീരുമാനിച്ചിരിക്കുന്നേ? അതെ, എനിക്ക് കാര്യങ്ങളൊക്കെ തുറന്നു പറയാതെ വയ്യ മോളെ. ഒരു 5-6 വർഷമോടെ കഴിഞ്ഞിട്ട് 5-6 വർഷമോടെ കഴിയുമ്പോഴത്തേനും റെക്കോർഡിക്കൽ രേഖകളൊക്കെ പൂരിപ്പിക്കാറാവുമല്ലോ. ആ സമയത്ത് അവളുടെ മനസ്സ് മാറ്റാൻ നമുക്ക് വിചാരമുണ്ടോ? അല്ല, ആ സമയത്ത് തരുണിനോട് കാര്യങ്ങളൊക്കെ പറയാനാണോ? അപ്പം തരുൺ എങ്ങനെ എടുക്കുമെന്ന് അമ്മ വിചാരിക്കുന്നുണ്ടോ? അല്ല, അതവനോട് പറഞ്ഞ് വേണ്ടമ്മേ, അമ്മ കൂടുതലൊന്നും പറയണ്ട. തരുൺ ആ സമയത്ത് ഉൾക്കൊള്ളുമെന്ന് തോന്നുന്നുണ്ടോ? എൻ്റെ മോളുടെ കാര്യമല്ലേ, എനിക്കും ചില തീരുമാനങ്ങളൊക്കെ എടുക്കണം. എൻ്റെ മോളെ കൊണ്ട് എനിക്ക് പോകേണ്ട സമയത്ത് ഞാൻ പോകണം, അല്ലാതെ മറ്റുള്ളവരുടെ ഇതിനു വേണ്ടി കാത്തു കിട്ടിയിരിക്കേണ്ട കാര്യമില്ല. ഒന്നുമല്ലേ, ഞാൻ അവളുടെ അമ്മയല്ലേ, അപ്പം എനിക്ക് തീരുമാനം എടുക്കാനായിട്ട് അവകാശമില്ലേന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ മോളെ ഞാൻ അമ്മയോട് പറഞ്ഞതേ ഉള്ളൂ. സേതുലക്ഷ്മി അമ്മ അങ്ങനെ അന്തം വിട്ട് വേദയെ നോക്കുകയാണ്. വേദ പറഞ്ഞു, അതെ പിന്നെ പറയേണ്ടതുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ വന്ന് പറഞ്ഞതേ പുറത്ത് പോവാന്ന്. അല്ല മോളെ, മോള് പുറത്ത് പോകുന്നതിന് ഞാനൊന്നും പറഞ്ഞില്ലോ. ഇല്ല, ഞാനങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ മോളെയും കൂടി ഞാൻ പുറത്ത് പോകുമ്പോൾ അമ്മയ്ക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം വേദയുടെ മനസ്സിൽ നല്ല വേദനിച്ചിട്ടുണ്ടായിരുന്നു തലേരാത്രിയിൽ സേതുലക്ഷ്മി അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ. റെക്കോർഡിക്കലാണെങ്കിൽ അല്ലാതെ ആണെങ്കിലും ഇപ്പം എല്ലാം തരുണിൻ്റെ കുഞ്ഞെന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. അപ്പം വേദ വിചാരിച്ചാൽ ഇനിയിപ്പോൾ തരുണിൻ്റെ മോളായിട്ട് അവൾ വളരുന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് പറഞ്ഞത്. സേതുലക്ഷ്മി അമ്മ ആകെപ്പാടെ പെട്ടു നിൽക്കണം. അതിൻ്റെ കഥകളൊക്കെ കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് പിന്നീട് വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.